വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഹബീബിന്റെ മദഹുകൾ പാടിപ്പറയുന്ന ഈ വേദിയിൽ ഒരു വ്യത്യസ്തമായ അവതരണമാണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. അതെ, ഒരു വ്യക്തിയുടെ ജീവിതത്തെ ആയത്തിലിറങ്ങിയൊന്ന് പരിശോധിക്കാം. റബീഉൽ അവ്വൽ വരുമ്പോൾ എന്തൊരു സന്തോഷല്ലേ ഉള്ളില്. നാടും വീടും ഒഴുകി മൗലൂദും സലാത്തും ഈ മാസം കയ്യല്ലേന്ന് തോന്നിപ്പോകും. 1500 വർഷം കഴിഞ്ഞിട്ടും ഒരു നേതാവിന്റെ ജന്മദിനം ഇത്രയും സന്തോഷത്തിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ആ മുത്തുനബിയുടെ പവർ എത്രയല്ലേ. ഒരു ഫോട്ടോ പോലും ഇല്ലാതെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്റെ എങ്ങടൊക്കെ ഉള്ളില് മുത്തുനബി നിറഞ്ഞേൽക്കുന്നത് ശരിക്കും അത്ഭുതമായിട്ടാ എനിക്ക് തോന്നുന്നത്. റബീഉൽ അവ്വലും റമദാനും നമ്മുടെ ഈമാൻ പുറത്തെടുക്കുന്ന മാസങ്ങളാകും. നിസ്കാരം, നോമ്പ്, സ്വലാത്ത്, മൗലൂദ് ഇതൊന്നുമില്ലാതെ എന്ത് മുഅ്മിനാടാ. ഇതൊന്നും അറിയാതെ മുസ്ലിമാണെന്നും പറഞ്ഞു നടക്കുന്ന ജാഹിലുകൾ ഇപ്പോഴും ഉണ്ടെന്ന് കേൾക്കുമ്പോഴാ എനിക്ക് ദേഷ്യം വരുന്നത്. ഹിദായത്തിന്റെ വെളിച്ചവും ഒരു അനുഗ്രഹമാണല്ലോ. എല്ലാവർക്കും കിട്ടൂല, കിട്ടിയവർക്കോ ദുനിയാവും ആഖിറവും കിട്ടും. പാവനമാം ഇസ്ലാം മതചട്ടം തെറ്റി നടക്കേണ്ട നിങ്ങൾ. ദുനിയവിയായ സുഖത്തിനു വേണ്ടി ദീനിനെ വിളിക്കേണ്ട, ദീനിനെ വിളിക്കേണ്ട. പാവനമാം ഇസ്ലാം മതചട്ടം തെറ്റി നടക്കേണ്ട നിങ്ങൾ. ദുനിയവിയായ സുഖത്തിനു വേണ്ടി ദീനിനെ വിൽക്കേണ്ട, ദീനിനെ വിൽക്കേണ്ട. നോമ്പ് നമസ്കാരം ഒഴിവാക്കി തീയില് വീഴണ്ട, നോമ്പ് നമസ്കാരം ഒഴിവാക്കി തീയില് വീഴണ്ട. ബാപ്പ ഉമ്മ പറഞ്ഞത് തെറ്റി നടന്ന് ശിക്ഷ വഹിക്കേണ്ട, ശിക്ഷ വഹിക്കേണ്ട. പാവനമാം ഇസ്ലാം മതചട്ടം തെറ്റി നടക്കേണ്ട നിങ്ങൾ. ദുനിയവിയായ സുഖത്തിനു വേണ്ടി ദീനിനെ വിൽക്കേണ്ട, ദീനിനെ വിൽക്കേണ്ട. എടാ, കയ്യിലെ പൈസയൊക്കെ തീർന്നു. ഉള്ള പൈസ ആണെങ്കിലോ തികയുന്നുമില്ല. അധ്വാനിക്കാതെ എങ്ങനെ പൈസ ഉണ്ടാക്കാം? എന്താണ് അതിനുള്ള പോംവഴി? നമ്മുടെ പരിസരത്ത് എത്ര ബാങ്കുകൾ ഉള്ളതാ മോനെ. കുറച്ചു പണം പലിശയെടുത്ത് മാസം കൊണ്ട് അടിച്ച് തീർത്താൽ പോരെ. നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. 1000 വെച്ചാ 2000, 5000 വെച്ചാ 10000. എത്ര ഓൺലൈൻ ബിസിനസ്സുകളാ ഇന്നുള്ളത്. ഏതെങ്കിലും ഒന്നിൽ ചേർന്നാൽ പോരെ. ഓൺലൈൻ ബിസിനസ് തന്നെ പെടേണ്ടടാ. ഞാൻ തന്നെ പെട്ടതാ. ഇത്രയും ബുദ്ധിയില്ലേ എങ്ങനെയാ ചങ്ങായി ചെയിൻ ബിസിനസ് കുടുക്കിൽ ചെന്ന് വീണത്? ഒന്നും പറയണ്ടടാ. കമ്പനിക്കാരന്റെ വർത്താനവും ലാഭത്തിന്റെ കണക്കും കേട്ടപ്പോ ഒന്നും നോക്കിയില്ല. 1, 2 അല്ലടോ, 50 ലക്ഷം ഹിമാറുകൾ കൊണ്ടുപോയി മുക്കിയത്. പണത്തിനുള്ള ആർത്തി നോക്കുമ്പോ ആലോചിക്കണേ. കിട്ടുന്ന സാലറി ഒന്നും പോരാന്ന് വെച്ച് സത്യവും മിഥ്യവും നോക്കാതെയല്ലേ മിന്നാമിനിന്റെ വെളിച്ചമാണ് പൊന്നെന്ന് വിചാരിച്ച് ചെയ്തത്. അനുഭവിച്ചോ? ഒന്ന് വച്ചാലുണ്ട് എന്ന് കേട്ടിക്കൊണ്ട് മാലോകരോടും ഉള്ളിലാത്തി പൂണ്ടി വലിയ ചതിക്കുണ്ട് തന്നെ പോയി ചാടും. ഒന്ന് വച്ചാലുണ്ട് എന്ന് കേട്ടിക്കൊണ്ട് മാലോകരോടും ഉള്ളിലാത്തി പൂണ്ട് വലിയ ചതിക്കുണ്ട് തന്നെ പോയി ചാടും. എത്ര വാർത്ത കേട്ടിടുന്നു നമ്മളെന്നും, എങ്കിലും തുടർന്നിടുന്നു തട്ടിപ്പെന്നും. എത്ര വാർത്ത കേട്ടിടുന്നു നമ്മളെന്നും, എങ്കിലും തുടർന്നിടുന്നു തട്ടിപ്പെന്നും. മാറൂല ഈ പിരാന്ത്, മാനം കെട്ടാലും മനുഷ്യനെന്ത്. മാറൂല ഈ പിരാന്ത്, മാനം കെട്ടാലും മനുഷ്യനെന്ത്. ഒന്ന് വച്ചാൽ 2 ഒന്ന് കേട്ടിക്കൊണ്ട് മാലോകരോടും ഉള്ളിലാത്തി പൂണ്ട് വലിയ ചതിക്കുണ്ട് തന്നെ പോയി ചാടും. 1000 ലക്ഷങ്ങളാക്കി മാറ്റാം പിന്നെ തന്നുവില്ല സ്ഥാപനങ്ങൾ. ആടും തേക്കും പിന്നെ
പിന്നെ മാഞ്ചിയവും ചുമ്മാ ആളെ കൊതിപ്പിക്കാനുള്ള വാക്ക്. അധ്വാനിക്കാതെല്ലാം നേടാൻ കൊതിക്കുമ്പോൾ ആർക്കും വന്നെത്തിയിടാം ഈ ഹലാക്ക്. അധ്വാനിക്കാതെല്ലാം നേടാൻ കൊതിക്കുമ്പോൾ ആർക്കും വന്നെത്തിയിടാം ഈ ഹലാക്ക്. വാഗ്ദാനവും സാമ്രാജ്യം ബാക്കിയാകും വെറും വട്ടപൂജ്യം. വാഗ്ദാനവും സാമ്രാജ്യം ബാക്കിയാകും വെറും വട്ടപൂജ്യം. ഒന്ന് വെച്ചാലുണ്ട് എന്ന് കേട്ടുകൊണ്ട് മാലോകരോടും ഉള്ളിലാത്തി പൂണ്ട് വലിയ ചതി കൊണ്ട് തന്നെ പോയി ചാടും. നാട്ടിൽ നഗരത്തിൽ ഗ്രാമങ്ങളിൽ തട്ടിക്കൂട്ടുന്ന കള്ളന്മാർ സ്ഥാപനങ്ങൾ. കോട്ടും സൂട്ടും കൂടെ ഇംഗ്ലീഷും കൊണ്ടേ കാട്ടുന്നു തന്ത്രങ്ങൾ മന്ത്രങ്ങൾ. അട്ടിപ്പിടിച്ചെല്ലാം സ്വന്തമാക്കി പിന്നെ പൂട്ടുന്നു വില്ലന്മാർ സ്ഥാപനങ്ങൾ. അട്ടിപ്പിടിച്ചെല്ലാം സ്വന്തമാക്കി പിന്നെ പൂട്ടുന്നു വില്ലന്മാർ സ്ഥാപനങ്ങൾ. രണ്ടാം നാൾ വീണ്ടും ഓടും കൊണ്ടാലും അറിയാത്ത നാല് പാടും. രണ്ടാം നാൾ വീണ്ടും ഓടും കൊണ്ടാലും അറിയാത്ത നാല് പാടും. ഒന്ന് വെച്ചാൽ രണ്ട് എന്ന് കേട്ടിക്കൊണ്ട് മാലോകരോടും ഉള്ളിലാത്തി പൂണ്ട് വലിയ ചതി കൊണ്ട് തന്നെ പോയി ചാടും. എത്ര വാർത്ത കേട്ടിടുന്നു നമ്മളെന്നും എങ്കിലും തുടർന്നിടുന്നു തട്ടിപ്പിന്നും. എത്ര വാർത്ത കേട്ടിടുന്നു നമ്മളെന്നും എങ്കിലും തുടർന്നിടുന്നു തട്ടിപ്പിന്നും. മാറൂല ഈ പിരാന്ത് മാനം കെട്ടാലും മനുഷ്യനെന്ത്. മാറൂല ഈ പിരാന്ത് മാനം കെട്ടാലും മനുഷ്യനെന്ത്. ഒന്ന് വച്ചാൽ രണ്ട് എന്ന് കേട്ടിക്കൊണ്ട് മാലോകരോടും ഉള്ളിലാത്തി പൂണ്ട് വലിയ ചതി കൊണ്ട് തന്നെ പോയി ചാടും. മക്കളെന്നും ഈടെ ജമാഅത്തിന് കാണുന്നുള്ളത് അമാനിസ് മീറ്റിംഗിൽ പറയുന്നത് കേട്ടങ്ങള്. ഉസ്താദിന് വരുന്നവരെ കൂടി നിസ്കരിച്ചാ പോരെ, എന്തിനാ വരുന്നവർ എണ്ണ എടുക്കുന്നാവോ? കുട്ടികളെ പൊരിന്ന് നിസ്കരിക്കുന്നുണ്ടാവും. നേരം ഇരുട്ടിയ പിന്നെ അങ്ങാടിക്ക് ചുറ്റും സംഘം ചേർന്നിരിക്കലാണല്ലോ ഇപ്പോഴത്തെ പതിവ്. പിന്നെ എവിടുന്ന് നിസ്കാരത്തിനും സ്വലാത്തിനൊക്കെ നേരം? കൂടിയിട്ട് മാത്രമൊന്നല്ല, കൂട്ടിയും വെലിയും ഒക്കെ ഇന്ത്യക്ക് നടക്കുന്നുണ്ട്. ലഹരി മൂത്ത് തല കിളങ്ങിയിട്ട് ഓരോന്ന് വീട്ടിലെത്തുന്നത്. പിന്നല്ലേ പൊരേച്ചെന്നുള്ള നിസ്കാരം. കുറച്ചൊക്കെ കുടിയും വലിയ ലഹരിയുമില്ലാത്ത ചെറുപ്പക്കാരുണ്ടാവോ? അതൊക്കെ അതിന്റെ പ്രായത്തിൻ്റെതാണ്. കുറച്ചൊക്കെ വലുതാകുമ്പോൾ ആ തന്നെ മാറിക്കോളുന്നേ. ഖുർആൻ തവണകളായിട്ടാ ലഹരി വേണ്ട മക്കളെ എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഒറ്റയടിക്ക് നിർത്താൻ പറ്റുന്ന കേസല്ല ലഹരി. സ്വയം തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഒഴിവാക്കി പോരണം. അടിമകളാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എങ്ങനെ അതിൽ നിന്നും മറികടക്കാനാണ്? മക്കളെ ഏറ്റവും നല്ല കൂട്ടുകാരാവാൻ രക്ഷിതാക്കൾക്ക് പറ്റണം. പുറമേ നിന്നുള്ള ഒരു കൂട്ടുകാരെ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കണം.